അസ്സലാമലൈക്കും, വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സ്പെഷ്യലായ മാഞ്ഞാലി ബിരിയാണിയാണ്. മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ നമ്മളെ എറണാകുളം ഡിസ്ട്രിക്റ്റിലൊരു ചെറിയൊരു ടൗണാണ് കേട്ടോ നമ്മൾ മാഞ്ഞാലി. അവിടുത്തെ ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മുടെ ഈ മാഞ്ഞാലി ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണെങ്കിൽ പ്ലീസ് ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് നമുക്കൊരു 2 ടീസ്പൂണ് നെയ്യും അതേപോലെ 2 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഇഷ്ടമില്ലെങ്കിൽ നെയ്യ് തന്നെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലോട്ടൊരു ചെറിയൊരു സവാള ഞാൻ ഇട്ടിട്ടുണ്ട്, അതേപോലെ ഒരു കുറച്ച് ഇഞ്ചിയും അതേപോലെ ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ സ്ലൈസ് എല്ലാം സ്ലൈസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് 4-5 ഏലക്കയും പിന്നെ അതൊരു ചെറിയൊരു സിനമൺ സ്റ്റിക്കും പിന്നെ ഗ്രാമ്പൂ ഒരു 3-4 ഇട്ടിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം അതേപോലെ പട്ടയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സോട്ട് ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് ഇതിലോട്ട് ഞാനൊരു 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ജീരകശാലയുടെ അരിയാണ് എടുത്തിട്ടുണ്ടേ. അപ്പോൾ 2 കപ്പ് ആയതുകൊണ്ട് 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊന്ന് അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായി ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ അണ്ടിപ്പരിപ്പും അതേപോലെ കുറച്ച് കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ കിസ്മിസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ഇതിലോട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ചോറിടാം, നമ്മൾ അരി ഇടാം. അപ്പോൾ അരി ഞാനിവിടെ 2 കപ്പ് ജീരകശാലയുടെ അരിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്നിട്ട് വേണം ഇതിലോട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 4 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അരി ഇടാൻ പാടുള്ളൂ. ഇനി നമുക്ക് ചോറിൻ്റെ മേലെ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചെറിയൊരു സവാള ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിൻ്റെ മേലോട്ട് ഇടാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്, നമ്മളെ അരിയൊക്കെ നന്നായി റെഡി ആയിട്ടുണ്ട്, നമ്മൾ ചോറ് ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് വേണ്ടിയത് മസാലയാണ്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി മസാലയ്ക്ക് വേണ്ടിയിട്ട് 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 പച്ചമുളക് മതി നമുക്ക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില വേണം നമുക്ക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇഞ്ചി എടുത്തത് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചിയും അതേപോലെ 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 കിലോ ചിക്കനാണ്. അപ്പോൾ 1 കിലോ ചിക്കന് നന്നായി ചെറുതാക്കിയതിന് ശേഷം ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും അതേപോലെ ഒരു അരമുറി നാരങ്ങ, അപ്പോൾ ഇത്രയാണ് എടുത്തിട്ട് നന്നായി ഒന്ന് മസാല പരട്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റോളം വെക്കാം. അതിനുശേഷം ഒരു കടായി ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ നേരത്തെ വെച്ച ചിക്കനില്ലേ അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കന് പൊതുവേ നമ്മളൊരു 5-6 മിനിറ്റെങ്കിലും വേവിച്ചെടുക്കും, ഒരു മീഡിയം ഫ്ലെയിമിൽ. അങ്ങനെയാണ് കേട്ടോ മാഞ്ഞാലി ബിരിയാണിക്ക് നമ്മൾ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ പൊരിക്കണില്ല, ആദ്യം നമ്മളിതൊന്ന് വേവിച്ചെടുത്തിട്ടാണ് നമ്മളിത് പൊരിക്കാൻ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ആ ചിക്കനൊക്കെ നന്നായി ഒന്ന് വെന്തിട്ടുണ്ട്. അങ്ങനെ വല്ലാണ്ട് വേവണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ഒരു ഹാഫ് വേവ് മതി കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അങ്ങനെ ഈ ചിക്കൻ്റെ ഈ വെള്ളമില്ലേ നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ്, അത് നമ്മൾ മാറ്റി വെക്കണം, കളയരുത്. ഇത് ആവശ്യമുണ്ട് കേട്ടോ നമുക്ക്, അപ്പോൾ അത് കളയാണ്ട് വെക്കണേ.
ഇനി നമുക്ക് ചിക്കൻ പൊരിക്കാം. അപ്പോൾ നേരത്തെ ഞാൻ എടുത്തു വെച്ച സെയിം എണ്ണയിൽ തന്നെയാണ് പൊരിക്കണത് കേട്ടോ. നേരത്തെ നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ പൊരിച്ചില്ലേ, ആ സെയിം എണ്ണയിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിന് സമയം അത്ര വേണ്ടി വരില്ല, ഒരു 5-6 മിനിറ്റൊക്കെ വേണ്ടി വരുള്ളൂ, കാരണം നേരത്തെ ഒന്ന് വേവിച്ചതല്ലേ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മതി. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിൽ തന്നെ നമുക്ക് നമ്മുടെ മസാല ഉണ്ടാക്കാൻ റെഡിയാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതാ 4 സവോള അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സവോളൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലോട്ട് ഇടാം. ഇനി നമുക്കിതിലോട്ട് 2 വലിയ തക്കാളിയും കൂടി ഇടാം. അപ്പം ഞാൻ കുറച്ച് മൂത്ത തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് പച്ചമുളക് എടുക്കേണ്ട. പച്ചമുളക് ഞാൻ 3 പച്ചമുളക് എടുക്കണുള്ളൂ, അധികം എരിവ് വേണമെന്നില്ല. എന്നിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് മസാല ഇടാനായി. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചില്ലി പൗഡർ എടുത്തിരിക്കണം, കാശ്മീരി ചില്ലി പൗഡറാണ്. എന്നിട്ടിത് ഒന്ന് 2 മിനിറ്റോളം നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ആ മസാലയുടെ സ്മെല്ലെല്ലാം പോയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. പിന്നെ അതുപോലെ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട്. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ പൊരിച്ച് വെച്ച ആ ചിക്കനും കൂടി ഇടാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഒരാളും കൂടി ചേർക്കാനുണ്ട്. അത് നമ്മളെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ചിക്കൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച ആ ചിക്കൻ്റെ ആ വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഒരു 3-4 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഒന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യം ഒരു ചെറിയ ബൗളെടുത്തിട്ട് അതിലോട്ടൊന്ന് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അതേപോലെ കിസ്മിസും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. എന്നിട്ട് അതിനോട്ട് മേലെ നമുക്ക് ഈ റൈസ് ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ച് വെക്കാം. അപ്പോൾ ഒരു കുന്ന് പോലെ കിട്ടും കേട്ടോ, നമുക്ക് നല്ല ഭംഗിയോടെ കിട്ടും. അപ്പോൾ ഈ മാഞ്ഞാലി ബിരിയാണിയുടെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചാൽ ഈ മറ്റേ ബിരിയാണികളെ പോലെയല്ല, ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മളിത് വെക്കുന്നത്. ഇതിന് മസാലയും അതേപോലെ ചോറും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെക്കുന്നത്. മറ്റെല്ലാം ബിരിയാണി നമ്മൾ ദമ്മിടുന്നുണ്ട്, ഇതിൽ ദമ്മ് പോലും നമ്മൾ ഇടുന്നില്ല. അതേപോലെ നല്ല ടേസ്റ്റാണ്. മാഞ്ഞാലി ബിരിയാണിയുടെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ ഇതിലോട്ട് ഇടണത്. അപ്പോൾ അതിൻ്റെ കളറും ഒക്കെ കൂടി നല്ല രസമാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കണുണ്ട്, അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്.